എന്തോ അയൺ ചോദിച്ചാടി. അയ്യോ ബുദ്ധിമുട്ടില്ല ഒന്ന് അയൺ ചെയ്യട്ടാ. ആർക്ക്? ഏട്ടന്. അല്ല ഏട്ടനും എനിക്കും. അല്ല ആളെയാണ് താമസിച്ചു പോയി അതുകൊണ്ടാ. നീ അയൺ ചെയ്യുന്ന പറഞ്ഞിട്ടല്ലേ ഞാൻ ചെയ്യാറുന്നല്ലേ. ഞാൻ ചെയ്യുന്നല്ലേ. ക്ലീറ്റോ ചേട്ടൻ എവിടെ? അവടെ ഫോണിൽ കുരുതിക്കളം തീർത്തോണ്ടിരിക്കും. ആരെ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞ് ഇപ്പൊ എന്തൊരു ഏത് ലോകത്തിലാണ് ജീവിക്കണത്. അവന്റെ പാർട്ടി ജയിക്കുന്നാണ് പറയണത്. അതൊക്കെ ജയിക്കുമായിരിക്കാൻ പറയാൻ പറ്റത്തൊന്നുമില്ല. ഏട്ടനാണ് എത്ര ഉറപ്പ് തോക്കുമെന്ന്? പിന്നെ ഉറപ്പല്ലേ. മുന്നണി നിൽക്കുന്ന ഒരു പാർട്ടി അല്ലാത്ത പാർട്ടി എങ്ങനെ ജയിക്കാനാടി? ക്ലീറ്റോ ചേട്ടനെ കൂടെ വിളിക്കും. അല്ല കഴിക്കാനേ കഴിച്ചിട്ട് പോവാന്ന് പറ. അതാ ഫോൺ വെച്ചിട്ട് വരാമോ കൊടുക്കണം. ഏട്ടനും കൂടെ പോയി കുളിച്ച് റെഡി ആയിട്ട് വാ. രണ്ടു കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കാമല്ലോ. ഇനിയിപ്പോ നടക്കുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോ ഞാൻ തുണി എടുക്കണം, പിന്നെ അത് അയൺ ചെയ്യണം, അത് കഴിഞ്ഞ് പിന്നെ അത് ചെയ്ത് പിന്നെ കുളിച്ച് വരുമ്പോ ഒരു നേരമാവും. ചുരുക്കി പറഞ്ഞാൽ ഞാൻ തന്നെ അയൺ ചെയ്ത് തരണം, അത്രയല്ലേ ഉള്ളു. ആണാ? ഇന്നലെ ഭയങ്കര തള്ളായിരുന്നല്ലോ ആലപ്പുഴയിലായിരുന്നപ്പോ. ഞാൻ എന്താണ് ഇടുക്കിയിലും ആലപ്പുഴയൊക്കെ ആയിരുന്നപ്പോ ആരായിരുന്നു അലക്കി തേച്ച് തന്നോണ്ടിരുന്നത്? ആര്? അങ്ങനെയല്ലല്ലോ പറഞ്ഞ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോണ്ടിരുന്നല്ലേ. ഞാൻ വേറെ നീ തേക്കുമ്പോ ഉണ്ടാവുന്ന ഒരു വൃത്തിയുണ്ടല്ലോ, അവൻ്റെ ഒരു ഐശ്വര്യം. ആ യൂണിഫോം ഇട്ട് ചെല്ലുമ്പോ എല്ലാരും ചോദിക്കും, കാരണം ഇത് നീ എവിടെ കൂടെ തേപ്പിക്കുന്നത്, എത്ര രൂപ കൊടുത്ത് തേപ്പിക്കുന്നത്? സാറിന്റെ യൂണിഫോമിൽ ഇത്രയും നീറ്റായിട്ടിരിക്കുമല്ലോ. ഞാൻ എന്റെ ലില്ലി അവള് വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് കാപ്പിക്ക് തന്നെ ഒന്നാമത് പുട്ടാണ്, തള്ളി മറിക്കല്ലേ. അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. വെച്ചിട്ട് ഇതാണ്ട് ഒരു കുറ്റി കയറ്റി വെച്ചിട്ട് അങ്ങോട്ട് ഒന്ന് അയൺ ചെയ്താ ചെല്ല് പോ. ഞാൻ അടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. വാ അവിടെ ഒന്ന് കറങ്ങല്ലേക്ക് പറഞ്ഞേ. പൊന്നോ അല്ലെങ്കിൽ ഒരു പണി എടുക്കൂല. നീ എത്ര മണിക്കാണ് പോകുന്നത്? ഫ്ലൈറ്റ് എത്ര മണിക്കാണ്? നമ്മുടെ ജോണി ഇല്ലേ മറ്റേ അജ്മാൻ, അവൻ തിരിച്ചു പോണു. ആണോ? ഇന്ന് വൈകിട്ട് പോകും ഫ്ലൈറ്റ്. ഇന്ന് വൈകുന്നേരം എന്ന് പറഞ്ഞ എത്ര മണിക്ക്? എന്താണ് ഇതെന്തിനും ഇങ്ങോട്ട് വന്ന് ഞാൻ അങ്ങോട്ട് വരില്ലേടി. വരൂ ഇപ്പൊ തന്നെ. ഫോൺ ചെയ്ത് വേറെ ഏതെങ്കിലും വഴി കൂടെ പോകും. എനിക്ക് വൈകണ്ട. എന്താടേ സഹിക്കണില്ലേ? സ്നേഹം. ഓ എടാ അതാണ് ഞങ്ങള് സഹോദര സ്നേഹം. അതാണ് അത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ? ഞങ്ങൾ ആസ്വദിക്കുന്നു, ആനന്ദിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ഞങ്ങളെ കണ്ടു. ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞങ്ങളുടെ കുടുംബക്കാരെ നോക്കൂ, എല്ലാരും എന്ത് സ്നേഹം. എന്ത് സ്നേഹം ഭയങ്കര തന്നെ. അവള് വിളിച്ചില്ലേ? അവള് വിളിച്ച് അവള് കുറച്ചുമ്പോ വിളിച്ചിട്ട് പറഞ്ഞ് കറണ്ട് ബില്ല് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്, എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി അടച്ചോളണമെന്ന്. അത് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ലാന്ന് പറയുമ്പോൾ അതിനും കുറേ ആയിട്ട് അടച്ചു. അല്ലാതെ അവള് വിളിച്ച കൂട്ടത്തിൽ ഞാൻ എന്തെങ്കിലും കഴിച്ചോ കുടിച്ചോ എന്തൊന്നും ചോദിച്ചിട്ട്. എടാ അങ്ങനെ പറയല്ലേ. നിന്നെ വിളിച്ച് കട്ടിയ ഉടനെ എന്നെ വിളിച്ചു. എടാ പൈസ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ പൈസ ഇല്ല, നീ പോയി കറണ്ട് ചാർജ് അടയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ അടയ്ക്കാന്നും പറഞ്ഞു. എന്നിട്ട് എന്നോട് സംസാരിച്ചായിരുന്നു, ക്ലീറ്റോ ചേട്ടൻ എവിടെയെങ്കിലും പോകണ്ടെങ്കിൽ ഫുഡ് കഴിപ്പിച്ച് വിടാവുള്ളൂ. ഞാനുണ്ട്. അതെങ്ങനെ? അവൾ എന്റെ ഭാര്യ ആയതുകൊണ്ട് എന്നോട് കൂടിയുണ്ട്. നമ്മളെ ഇതൊക്കെ കണ്ടും കേട്ടും പഠിച്ച് ഇപ്പൊ നീ രാഷ്ട്രീയക്കാരൻ തന്നെടാ, നിനക്ക് അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അയ്യോ ഇപ്പൊ എടുക്കണ്ടടി, ഇപ്പൊ എടുക്കണ്ട. സാറേ അയ്യോ അല്ല അപ്പുകുട്ടി സാറിനെ വിളിച്ചില്ല ആണാ? ശരി ശരി ശരി. പിന്നെ കുഴപ്പമില്ല, ഞാൻ വിളിച്ചോളാം സാറ്. ഒരു മീറ്റിംഗ് അടിയന്തരമായിട്ട് പറഞ്ഞിരുന്നത്, അതിപ്പം ക്യാൻസൽ ചെയ്തു അപ്പുകുട്ട സാർ. അയ്യോ ഇപ്പൊ എന്തേ? 2 കുറ്റി പുട്ടുകൊണ്ടിട്ടുണ്ട്. ഒരെണ്ണം മീറ്റിംഗിനുണ്ടല്ലേ തള്ളി മറിക്കാനായിട്ട്. അത് സാരമില്ല, ആരോടെങ്കിലും ഫോണിൽ തള്ളി മറിച്ചോളൂ. നിങ്ങൾ രണ്ടുപേരും ഓരോ കുറ്റിപ്പുട്ട് വെച്ച് കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നേന്ന് തോന്നുന്നു അല്ലേ? ഒരുപാട് അങ്ങ് തള്ളുന്നു. എന്നാ പിന്നെ കഴിക്കാടെ ഇല്ല, എനിക്ക് സി ഓഫീസിൽ പോകണം. അല്ല അതുകൊണ്ടാ പറഞ്ഞ കഴിച്ചിട്ട് പോയി സി എടുത്ത് പോയി കുറച്ചുകൂടെ തള്ള ഒരു അതിനുള്ളത് കൊടുത്തിട്ടുണ്ട്. പ്ലേറ്റ് എടുക്കടി. ഇല്ലയോടെ നീ കഴിച്ചാ? വികസനം വരും എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് വരുത്തി കാണിക്കണം, അവിടെയാണ് കഴിവ്. ഇപ്പോൾ എന്തായി, നമ്മളവിടെ ഒരു ഗ്രൗണ്ടിൽ മൈതാനത്തിലേ കൊണ്ടുവന്നിട്ട് കല്ലിട്ട് വോളിബോൾ കോർട്ടെന്ന് പറഞ്ഞിട്ട് വല്ലതും നടന്നോ? ഒന്നും നടന്നിട്ടില്ല. കഴിഞ്ഞ ആഴ്ച 2 ലോഡ് പാറ ഉണ്ടെന്ന് ഇറക്കിയതാ. അതുകൊണ്ടെന്ത് കാര്യം? അത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒരു കാര്യമില്ല. ഇനിയിപ്പോൾ ആൾക്കാർ വേളം വെച്ച് തുടങ്ങുമ്പോൾ അവിടെ കൊണ്ടുവന്ന് 2 ലോഡ് മണലും കൂടെ ഇറക്കും വേണ്ടി വന്നാൽ. പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ.
പക്ഷേ RDP-ക്കാരങ്ങനല്ല, ഞങ്ങൾ പറഞ്ഞ പോലെ ചെയ്യും. അപ്പോൾ അതാ നമ്മുടെ സഹകരണ സംഘത്തിൻ്റെ ബിൽഡിങ്ങില്ലേ, അതിനോട് ചേർന്ന് വരുന്നുണ്ട് SBIയുടെ ബ്രാഞ്ച്. മനസ്സിലായോ? അതാണ് നമ്മുടെ. ഇവിടെ CBI വരുന്നത്. അപ്പം നിങ്ങൾ ചോട്ടാനാഥേക്കാൻ വരെ ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ? ഇല്ല. അതെ, DDTയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു സഹകരണ സംഘം ഇല്ലയോ? അതിൽ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ CBI വരുന്നുണ്ട്. ആ, നിന്റെ നേതാവ് ക്ലീറ്റോ എടുത്ത് പറ, കുറച്ച് നാളത്തേക്കൊന്ന് മാറി നിൽക്കാൻ പറ, ഇല്ലെങ്കിൽ പണി വാളുവേ. പറഞ്ഞേക്കാം. സംഗതി ഏറ്റിട്ടുണ്ട് കേട്ടോ. നടരാൻ പോണ പോക്ക് കണ്ട. അതിപ്പം പോയി നേരെ ക്ലീറ്റോ എടുത്ത് പറയും, കുറച്ച് നാളത്തേക്ക് ക്ലീറ്റോയെ തീ തീറ്റിക്കാൻ എനിക്കത് മതി. അതെ. അപ്പോൾ നിതിനെ പല പല ഫോണിൽ നിന്ന് മാറി മാറി ക്ലീറ്റോയെ ഒന്ന് വിളിക്കണം. ഓക്കെ. കാരണം അവൻ കുറച്ച് തീ തിന്നട്ടെ. അതൊക്കെ ഇറങ്ങ്, എന്നെ മറിച്ചിടുവല്ലോ നിങ്ങൾ. ക്ലീറ്റോ, അളിയാ. ഓ ക്ലീറ്റോ, ആ അല്ലേ എന്താണ് വിളിച്ചു ഇങ്ങോട്ട് വാളിയാ. ഒരു അത്യാവശ്യ കാര്യമുണ്ടെന്ന്. ആ വരവും വിളിയും കേട്ടോ മനസ്സിലായി. എന്തോ പ്രശ്നം. ഇങ്ങോട്ട് വാ, ഒരു അത്യാവശ്യം. ഈ ബഹളം വെക്കല്ലേ, കാര്യം പറഞ്ഞ അവിടെ ഉണ്ടല്ലോ. അങ്ങോട്ട് വാളി, അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്ക്. എന്താണ് പ്രശ്നം? എന്താണ് അത്ര പറ. സീരിയസ് ആയിട്ടല്ലേ പറയുന്നത്? അത്ര സീരിയസ് ആയിട്ടല്ലേ പറയുന്നത്? എന്ത് സീരിയസ് കാര്യം പറ. അറിയാം, നമ്മുടെ സഹകരണ സംഘത്തിന്റെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ CBI വരുന്നത് എന്ന് ആര് പറഞ്ഞു? നടരാൻ പറഞ്ഞു. ആ നിന്റെ അടുത്ത് ആരുടെ പറഞ്ഞത്? പൂരാടത്തിനാണ് എന്നോട് പറഞ്ഞത്. ആ അത് പൂരാടും ചുമ്മാ അവനെ കളിയാക്കാൻ വേണ്ടിട്ട് പറഞ്ഞു, തള്ളി മറിച്ചിരിക്കും. അങ്ങനെ എന്നോട് മാത്രം കൂടെ ആൾക്കാരുണ്ടായിരുന്നു, അണികളും ഉണ്ടായിരുന്ന. എന്റെ അളിയ ഇത് തള്ളൊന്നും അല്ല. അളിയ ഇന്ന് നമ്മുടെ സംഘത്തിന്റെ മീറ്റിംഗ് വെച്ചിരുന്നാണോ? ഒരു കാരണമില്ലാതെ പെട്ടെന്ന് മീറ്റിംഗ് മാറ്റിയോ? സാധാരണ മീറ്റിംഗ് മാറ്റി അപ്പുക്കുട്ടൻ സാർ അളിയനെ വിളിച്ച് പറയാറുണ്ടോ? ഇത്തവണ അത് പറഞ്ഞ എന്നോട് പറഞ്ഞില്ല ഈ മീറ്റിംഗ്. മാത്രമല്ല ഞാൻ അപ്പുക്കുട്ടൻ സാറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ് ആണ്. അപ്പൊ സാർ അറിഞ്ഞിട്ടുണ്ട് കാര്യം. ഓ അപ്പം അപ്പുക്കുട്ടൻ സാർ അറിഞ്ഞിട്ട് നമ്മളെ കൊലയ്ക്ക് കൊടുക്കാനുള്ള പരിപാടിയാ. അതൊന്നും ശരിയല്ലല്ലേ? അത് പിന്നെ ശരിയല്ല. ഡ്രൈവറെ ഞാൻ വിളിച്ചു. അപ്പൊ അയാൾ ഒരാഴ്ച ലീവിലാണെന്ന്. ആര് ഡ്രൈവർ ഒരാഴ്ച ലീവിലാണ്. അപ്പുക്കുട്ടൻ സാർ എവിടെ പോയിന്ന് പറഞ്ഞു? അപ്പുക്കുട്ടൻ ഔട്ട് ഓഫ് സ്റ്റേഷനിലാണെന്ന്. മീറ്റിംഗ് നമ്മളെ അറിയിച്ചില്ല, പെട്ടെന്ന് മാറ്റി വെച്ച് ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഔട്ട് ഓഫ് സ്റ്റേഷൻ. സാറേ ഇതെല്ലാം കൂടെ കൂട്ടി എടുക്കുമ്പോ പ്രശ്നമുണ്ട്. CBI വരും. അളിയ CBI വരുന്നത് നോട്ടീസ് അടിച്ചിട്ടൊന്നുമല്ല വരുന്നത്. CBI വന്ന ഒരു വരക്കമാണ്. അത് നമ്മൾ വലിയ ക്രമക്കേടൊന്നും ചെയ്തിട്ടില്ലല്ലോ സാറേ. ഞാനൊക്കെ ചെറിയ വളരെ 1 ലക്ഷം രൂപയ്ക്കകത്തുള്ള ചെറിയ പൈസകൾ എടുത്തിട്ടുള്ളൂ. അളിയ ചെറിയ ക്രമക്കേടും വലിയ ക്രമക്കേടും ക്രമക്കേട് തന്നെയാണ്. ഇതിപ്പോ എനിക്ക് പേടിയുണ്ടല്ലോ, നമ്മൾ പാവങ്ങളെ തലയിൽ കൊണ്ടിട്ടിട്ട് വലിയ നേതാക്കന്മാർ രക്ഷപ്പെടും. ഉറപ്പായിട്ട് രക്ഷപ്പെടും. അങ്ങനെ ഒരുത്തരെയും വിടൂലേ ഞാൻ. അപ്പുക്കുട്ടൻ സാറിന് അളിയൻ്റെ അടുത്ത് വേവുണ്ട്. എന്തിന്? അളിയ MP സ്ഥാനത്തിന് വേണ്ടിയിട്ട് അളിയനെ പരിഗണിച്ചില്ലല്ലോ. അപ്പൊ അളിയൻ മേൽക്കടകത്തെ വിളിച്ച് തട്ടിക്കയറിയത് ആക്രാന്തിയെ വിളിച്ചു ഒക്കെ. അപ്പുക്കുട്ടൻ സാർ ആ വേവ് മനസ്സ് വെച്ചിരിക്കുക. അപ്പൊ അവർക്ക് മുങ്ങാം. അവർ മുങ്ങിയാൽ നമ്മൾ ആരെങ്കിലും പിടി കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെയൊന്നും നമുക്ക് പിടികൊടുക്കാനും വേണ്ട. പിന്നെ എല്ലാവരുടെ പേരും പറയണം, എല്ലാ നേതാക്കന്മാരുടെ പേരും ഞാൻ പറയും. പേര് നമ്മൾ പറയണ്ട, അവര് കണ്ടുപിടിച്ചോളൂ. CBI അളിയാ, CBI. ഒരു കാര്യം ചെയ്യ്, കുറച്ച് ദിവസത്തേക്ക് നമ്മൾ തമ്മിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണൊന്നും വിളിക്കണ്ട. നമ്മൾ ഇനി അങ്ങനെ വലിയ സംസാരം വേണ്ട, നമ്മൾ തമ്മിൽ പരിചയമില്ല. എടാ അതല്ല, ഈ CBIയുടെ അന്വേഷണം തീരുന്നവരെ നമുക്ക് അങ്ങനെ പരിചയം വേണ്ട. പരിചയമൊക്കെ അവരുണ്ടായിക്കോളും. CBI ആണ് കേസ് അന്വേഷിക്കുന്നത്. CBI അന്വേഷിച്ച് വീട്ടിലേക്ക് വരുമോ? പിന്നെ വരാതെ അളിയ അവർക്ക് സംശയമുള്ള എല്ലാരെയും പൊക്കി അകത്തിടുവോ വരും. ഉറപ്പാണ്. ഏതാ പിന്നെ നിങ്ങളെന്നാ പൊയ്ക്കോ, നമ്മളെ വിളിക്കല്ലേ, എന്നെ വിളിക്കല്ലേ നിങ്ങളെ. അളിയെ വിളിക്കാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. പോവാൻ നോക്ക്. അളിയൻ ടെൻഷൻ അടിക്കണ്ട, എവിടെയെങ്കിലും ഒളിച്ചിരുന്നു. നീ പോടേ ഒന്ന്, നീ വരുന്നില്ലേ? നിങ്ങളൊക്കെ ചെറിയ തുക എടുത്തോണ്ട് പ്രശ്നമല്ല. ഞാൻ അളിയെ ചെറിയ തുകയും വലിയ തുകയും എല്ലാം ക്രമക്കേട് തന്നെ. എല്ലാരും ഉള്ളേ പോകും. നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല. എനിക്കൊരു ടെൻഷനും ഇല്ല. വരുന്നിടത്ത് വെച്ച് കാണാം. നാറിയ എല്ലാരും മാറ്റിക്കും. ഉറപ്പാണ്. നോക്കൂ എന്റെ പേരും പറയൂ. പരിചയമില്ലാത്ത നമ്പർ. CBI
എൻ്റെ കർത്താവെ, ഒരു രീതിയിലും മനുഷ്യനെ സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കൂല. ഞാൻ എടുക്കൂലടാ CBI. ഓ, ഞാൻ അവിടെ നിന്ന് എല്ലാം കൂടി എടുത്തത് ഒരു 1,00,000 രൂപയ്ക്കകത്തേ വരുള്ളൂ. അതിൽ കൂടുതലൊന്നും ഞാൻ എന്തായാലും കൈയിട്ട് വാരിയിട്ടില്ല. ഇവിടെ കോടികൾ കമർത്തണമാർ സുഖമായിട്ട്. അപ്പോൾ കുട്ടൻ സാറ് ദുഷ്ടൻ നേതാവാണ് പോലും നേതാവ്. ഇങ്ങനെ ഒരു CBI അന്വേഷണം വന്നിട്ട് ഒരു വാക്കുകൾ പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നിങ്ങളെ പേര് വിളിച്ച് പറയുവേ. എന്നെക്കാളും കൂടുതൽ കൈയിട്ട് വാരിയിട്ടുള്ളത് നിങ്ങൾ തന്നെ. ഞാൻ കയറി വന്നാൽ ഒരു 1,00,000 രൂപയ്ക്കകത്ത് അത്രേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ നല്ല എമൗണ്ട് ഉണ്ട്. ദുഷ്ടൻ ഇത്രയും വർഷം വിശ്വസിച്ച് കൂടെ നിന്നിട്ട് ഞാൻ എടുക്കൂല ഫോൺ. എന്തൊരു ദ്രോഹമാണ്. അല്ലെങ്കിൽ തന്നെ ചെറിയ 1,00,000 രൂപയ്ക്കകത്തുള്ള പൈസ നമ്മളെടുത്ത് ഇനി CBI എന്തിന്? CBIക്ക് വേറെ എന്തെല്ലാം അന്വേഷിക്കാൻ കിടക്കണം. അതൊന്നും അന്വേഷിക്കൂല. നമ്മളെപ്പോലുള്ള പാവങ്ങളെങ്കിലും നക്കാപ്പിച്ച് എടുക്കണത് അന്വേഷിച്ച് ഓടി വരും. തങ്കം ചിലപ്പോ CBI തങ്കത്തിൻ്റെ അടുത്ത് നിന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് വിളിക്കണായിരിക്കും. ഞാൻ ഇനിയിപ്പം എവിടെ പോയി ഫോണങ്ങ് ഓഫ് ചെയ്ത് വെച്ചാലോ? അതായിരിക്കും നല്ലത്. ഫോൺ ഓഫ് ചെയ്ത് നല്ലത്. നമ്മളിപ്പോൾ ഇപ്പോഴല്ലേ ഈ റെഡി കുക്ക് കഴിക്കുന്നത്. പരത്തനോടി ചപ്പാത്തി അമ്മ പരത്തും പോലെ പരത്തി തന്ന അടിപൊളിയായിരിക്കും. ഗോതമ്പ് ഇട്ട്. പിന്നെ ഇതിപ്പോ എങ്ങനെ ഉണ്ടാക്കിയത്? ഇതും റെഡി കുക്ക്. ആണോ? കണ്ടായിട്ട് അതാണ് പിന്നെ ഇത് ടേസ്റ്റ് കുറവ്. പിന്നെ ഞാൻ ഇത് പിന്നെ കുഴച്ച് പരത്തിയതാ അല്ലേ അമ്മ? നല്ല മയമൊക്കെ ഉണ്ട്, നല്ല മയമുണ്ട്. വെറുതെ ഓരോന്നൊക്കെ ഇരുന്ന് പറയൂ. ടേസ്റ്റ് വ്യത്യാസമാണ്. വന്നാ എന്റെ പൊന്നു, ഇത് എന്തൊരു ഉറക്കായിരുന്നു. എത്ര പ്രാവശ്യം വന്ന് വിളിച്ച് ഞാൻ. ഇത് എന്ന് മുതൽ ഈ വാതിലൊക്കെ അടച്ചിട്ട് ഉറങ്ങാൻ തുടങ്ങിയത്? ഉറങ്ങിപ്പോയി. നീ എന്റെ ഫോണൊക്കെ എന്ത് ചെയ്തു? അവൾ വിളിച്ചിട്ട് എടുത്തില്ലെന്ന് പറഞ്ഞു. തങ്കം, ഞാനത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച്. ഈ എല്ലായിടത്തും വെള്ളമില്ലാത്തതുകൊണ്ടേ ഇങ്ങനെ ഓരോ സ്ഥലത്തും വിളിക്കുന്നത്. ഈ ഓരോ വാർഡിൽ നിന്ന് ആൾക്കാർ വിളിക്കും. പിന്നെ ഈ ടാങ്കർ ലോറി അവരും വിളിക്കും. അപ്പോൾ അതുകൊണ്ട് വെള്ളമില്ലല്ലോ. അത് നന്നായി. കാര്യം പറയണ്ടേ? ആരടുത്താണെങ്കിലും കാര്യം പറയണം. പിന്നെ ഒന്ന് ഉറങ്ങുമ്പോഴത്തേക്ക് ഉടനെ തന്നെ ഫോൺ അടിക്കുന്നത്. അതല്ല, നമ്മൾ ജനപ്രതിനിധികളാകുമ്പോൾ ആൾക്കാർ എപ്പോൾ വിളിച്ചെന്നിരിക്കും. അതിന് മറുപടി കൊടുക്കണം നമ്മൾ. വെള്ളം ഇല്ലാത്ത വെള്ളം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂലല്ലേ. ക്ലീറ്റസ് ഇങ്ങനെ വല്ലാതിരിക്കുന്നത് എന്തെങ്കിലും കണ്ട് പേടിച്ചു, ഒരുമാതിരി പേടിച്ചതുപോലെ ഇരിക്കുന്നു മുഖം. അത് പിന്നെ ഉറക്കത്തിൽ ഞാനൊരു സ്വപ്നം കണ്ട് ഒരു കാട്ടുപോത്തെ എന്നെ ഒന്ന് ഇങ്ങനെ ഇടിക്കാൻ കുത്താൻ വന്നു. കാട്ടുപോത്ത് നിന്നെ? അതാ 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 കഴിക്കി. അതെപ്പോഴാ നിങ്ങൾ കൊണ്ട് ധർണ നടത്തിയ മറ്റേ ബഷീർ സാറില്ലേ, SI? പുള്ളി ഇപ്പോൾ CBI ഡെപ്യൂട്ടേഷൻ ഇവിടെ ട്രിവാൻഡ്രത്തേക്ക് എത്തി. ഈ മേടിക്കൊന്നും വേണ്ട, നിന്നെ അന്വേഷിച്ച് വരാൻ പോകുന്നില്ല. ആഡീസണ്ട. ഈ CBIയുടെ ചോദ്യം ചെയ്യലൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് അല്ലേ? എന്നിട്ട് ഇപ്പം അങ്ങനെയൊക്കെ അല്ല ചോദിച്ചത്. അവിടെ അന്വേഷണം നമ്മളെ പോലെ അല്ലല്ലോ. നല്ലപോലെ ഉദ്രവിക്കുവോ? ദേഹത്തോടുകൂടി പക്ഷെ ഉത്തരം പറയും. ഉദാഹരണത്തിന് ഇവ എന്തൊരു തെറ്റിയെന്ന് വെച്ചോ, ഇവനെ നേരെ വിളിച്ചങ്ങ് ചോദിക്കാനൊന്നുമില്ല. ചുറ്റും തമ്പിടനെ വരെ അന്വേഷിക്കും. തമ്പിയണ്ണൻ, നടരാജൻ, അൻസാർ, അങ്ങനെ അവന്റെ ചുറ്റും അവന്റെ ഫുൾ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കും. അന്വേഷിച്ച് മനസ്സിലാക്കി വെള്ളം കുടിപ്പിക്കും. അതായത് നമ്മൾ അറിയാതെ കാര്യങ്ങൾ പറഞ്ഞു പോകും. കാരണം നമുക്ക് ചുറ്റും പിന്നെ നമുക്ക് എങ്ങോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ലോക്ക് ചെയ്തല്ലേ അവര്. അതാണ് CBIയുടെ മതി മതി. എനിക്ക് വയറിനൊരു എന്തോ പോലെ കിള്ളിപ്പറിച്ചുള്ളു. ഒരെണ്ണമെങ്കിലും കഴിക്കും വീട്ടിൽ ചേട്ടാ. വേണ്ടല്ലോ മോളെ, എനിക്ക് ഇപ്പം വേണം. അല്ല എങ്കിൽ പിന്നെ നമുക്ക് ഒരുമിച്ച് ചെയ്തേക്കാം. നീ ഇവിടെ കിടക്കാം. നീ ഇപ്പം അങ്ങപ്പുറത്ത് പോണ്ട, അവിടെ ആരും ഇല്ലല്ലോ. ഇവിടെ കിടക്കാം. നീ ഇവിടെ കിടക്കുന്നേ. എന്നാ എൻ്റെ മോള് അമ്മാവനെ ഒന്ന് വൃത്തിയാക്കി. അല്ല, അമ്മാവന്റെ മുറി അവിടെ നിന്ന് വൃത്തിയാക്കി വെക്ക്. ഞാൻ അവിടെ കിടക്കാതെ. അയ്യോ, കഴിച്ചില്ലല്ലോ. വേണ്ട അമ്മ, എനിക്ക് എന്തോ വയറ്റിനുള്ളിൽ ഒരു അസ്വസ്ഥത. എന്താണെന്ന് അറിയില്ലല്ലേ. ഈടായിട്ടൊരു വല്ലായ്മയുണ്ടല്ലോ. ആ സ്വപ്നം അവനെ വല്ലാതെ പേടിപ്പിച്ചിരിക്കുന്നു.
അതല്ല ഏട്ടാ, സാധാരണ പറയും അവിടെ ചേച്ചി ഇല്ലാത്ത ദിവസം പറയും ഇവിടെ വന്ന് കിടക്കാൻ പറഞ്ഞാൽ പറയും വേണ്ടാന്ന് പറയും. ഇപ്പതേ ഇങ്ങോട്ട് പറഞ്ഞേക്കണം. ആരാ? CBI, you are under arrest. CBI, ക്ലീറ്റസ്, രക്ഷപ്പെടാൻ നോക്കണ്ട. കീഴടങ്ങുന്നതാണ് നല്ലത്. നീ ഉറങ്ങിയില്ലേ? ഇല്ലളിയാണ് ഇത് നോക്ക്, CBIയുടെ കുറിപ്പ്. എത്ര നല്ല പടം അല്ലേ? ഈ സമയത്ത് കാണാൻ പറ്റിയ പടമല്ല. ഈ സമയത്തൊന്നല്ല, ഏത് സമയത്തും ഏത് കാലത്തും കാണാൻ പറ്റിയ പടം അല്ലേ. 1, 2, 3, 4, 5 ഇറങ്ങിയില്ലേ? ഇത് വെള്ളം എടുത്തുണ്ട്. ഇത് കാണാ. മറ്റേ സിനിമ വരുമ്പോൾ വിളിക്കണേ, ഞാൻ ഇപ്പോൾ വരാം. ചോദ്യം ചെയ്യോടെ വിളിക്കണേ. തുറക്കാം, മെല്ലെ തുറന്നാ മതിയല്ലോ, ശബ്ദം ഉണ്ടാക്കണ്ട. കഴിക്കാൻ വരുമല്ലോ അല്ലേ? കഴിക്കാൻ വരുമല്ലോ. വരാം. നോക്കിയെന്തിനാ ഇങ്ങോട്ട് വരണത്? യോമാർ എന്റെ നാശം കണ്ടിട്ട് അടങ്ങുള്ളൂ. ഒരിടത്തും കൂടെ രാവിലെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ക്ലീറ്റോ ഇല്ലേ? ഉണ്ടല്ലോ, ഇപ്പൊ എന്റെ കൂടെ ഇങ്ങോട്ട് ഇറങ്ങിയുള്ളു. വാതില് തുറന്നാ? ക്ലീറ്റോ ചേട്ടാ, ബാത്റൂമിലോട്ട് എങ്ങാനും പോയെന്ന് അറിയത്തില്ല. ക്ലീറ്റോ ചേട്ടാ, ക്ലീറ്റോ ചേട്ടാ, ഇതെന്താ ഇവിടെ കുത്തിയിരിക്കുന്നത്? കാലിലെ ഒരു മുള്ളു കൊണ്ട് ചെരുപ്പിട്ടിട്ട് മുള്ളു കുത്തി കയറിയാ? ചെരുപ്പിലൂടെ കുത്തി മേളിൽ വന്നൊരു എഴുന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാല്ലെങ്കിൽ അത് കുഴപ്പമില്ല, ഞാൻ എടുത്ത് കളഞ്ഞ് കമ്പി കയറാൻ ഞാൻ മുറിഞ്ഞ ഇല്ല കുഴപ്പമില്ല. മരുന്നല്ലേ വെക്കണ? ഒന്നുമില്ല. ഇതിനോട് ചായ എടുക്ക്. ചായ എടുക്കട്ടെ. ചായ എന്നെ കൊലക്ക് കൊടുക്കാനാണ് നീയൊക്കെ കൂടെ തള്ളിക്കൊണ്ട് ഇങ്ങോട്ട് വന്ന് CBI ഇവിടെ വരുന്നുണ്ടെയൊക്കെ പറയാൻ. സാറേ, ഇനി എനിക്ക് ടെൻഷൻ അടിക്കാൻ പയ്യ. ഞാൻ CBI എടുത്ത് പോയിട്ട് എല്ലാ സത്യവും തുറന്ന് പറയാൻ പോവാണ്. ചിലപ്പോൾ എന്നെ മാപ്പ് സാക്ഷിയാക്കും. ടെൻഷൻ അടിച്ചിട്ട് എന്റെ ആളെ ഈ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. CBI അന്വേഷണം ഇല്ല, ഒരു കോപ്പുമില്ല. CBI അന്വേഷണം ഇല്ല, ഒരു കോപ്പുമില്ലെന്ന്. അളയാ ജംഗ്ഷനിൽ നമ്മുടെ സഹകരണ സംഘത്തിന്റെ ബാങ്ക് ഇരിക്കുന്ന ബിൽഡിംഗ് ഇല്ലേ, അവിടെ പുതിയ SBIയുടെ ബ്രാഞ്ച് വരുന്നു. ഈ പൊട്ടൻ CBI എന്നാണ് കേട്ടത്. ഇവനെ പറ്റിക്കാൻ പൂരാടം ഒരു കള്ളത്തരോടെ പറഞ്ഞു. വായി നോക്കി എലിന്ന് പറഞ്ഞ പുലിന്ന് വന്ന് പറഞ്ഞ മനുഷ്യൻ പേടിപ്പിക്കാൻ. അല്ല, അതുകൊണ്ട് ഈ പൂരാടം പറഞ്ഞത് കള്ളാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്റെ അളിയ ഞാനും ഇവനൂടെ രാത്രി മുങ്ങാമെന്ന് കരുതി ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴേ നമ്മൾ മുരളിയെ കണ്ടു. അപ്പോഴല്ലേ സത്യങ്ങൾ അറിയുന്നത്. അപ്പം മൂലം അളിയനെ വിളിക്കില്ല. അളി ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് എന്തോ ചെയ്തത്? ഫോണും ഞാൻ പറഞ്ഞില്ലേ, ഫോൺ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നു. CBI ആയിരുന്നു പേടിച്ചിട്ട്. ഇപ്പോഴാണ് ഒരു സമാധാനമായത്. നടരാജ, ഇനി എവിടെന്നെങ്കിലും എന്തായാലും കേട്ടോണ്ട് വന്നിട്ട് പറഞ്ഞോണ്ടല്ലോ ചവിട്ട് കൂട്ടും ഞാൻ. മനുഷ്യനട്ടെ. രാവിലെ ഒരു കൂടാലോചന. ചില രാഷ്ട്രീയ കരുനീക്കങ്ങൾക്ക് ഉപദേശം തേടി പിള്ളേരെൻ്റെ അടുത്ത് വന്നതാ. എന്ത് ഉപദേശം കൊടുത്തല്ലേ പറ്റുമോ? രാഷ്ട്രീയ ഭീഷ്മാചാര്യനായി പോയില്ലേ? അതെ. പിന്നെ ഞാൻ ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു മറ്റേ ബഷീർ സാറിൻ്റെ കാര്യം. നേരത്തെ സ്ഥലം മാറിപ്പോയിട്ട് CBI ഡെപ്യൂട്ടേഷൻ വന്നില്ലേ പൂജപ്പുര. സാർ നിങ്ങളെല്ലാവരും അന്വേഷിച്ചിട്ടുണ്ട്. DDT പാർട്ടിലെ ചെറുതും വലുതുമായ എല്ലാ നേതാക്കന്മാരും കാണണമെന്ന് പറഞ്ഞു. Aliens.